ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി SIR ഫോമൊക്കെ ഫില്ല് ചെയ്ത് BLOയ്ക്ക് കൈമാറി. അതിൻ്റെ ഒരു പകർപ്പ് നമ്മുടെ കയ്യിലും വെച്ചു. ഇനി ഡിസംബർ 4 വരെയാണ് ഇവർ അപ്ലോഡ് ചെയ്യാനുള്ള അവർക്കുള്ള സമയം. പിന്നെ 9-ന് ഒരു വോട്ടർ ലിസ്റ്റ് നമ്മുടെ പേര് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വോട്ടർ ലിസ്റ്റ് വരുന്നതായിരിക്കും. അന്നാണ് നമുക്കറിയാൻ കഴിയുക നമ്മുടെ പേര് അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ പുറത്താകുന്നവരാരൊക്കെയാണെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോമൊക്കെ BLOയെ ഏൽപ്പിച്ച് അത് അവർ അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മൊബൈലിൽ ഈ ഒരു സൈറ്റിൽ നമുക്ക് അവർ അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇലക്ഷൻ ID നമ്പർ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. voters.eci.gov.in സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്ക്രീന് പോലെ മുഴുവൻ വലിയൊരു സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾക്കിവിടെ ഇപ്പോൾ ആവശ്യമുള്ളത് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഈ ഒരു ഗ്രീൻ കോളം ഇവിടെയില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഇവിടെ ഇപ്പോൾ എൻ്റെ പേരിൽ ഞാനൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യാനാണ് ആദ്യ ഓപ്ഷൻ വരിക. മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുള്ളൂ. അല്ലാത്തവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യാം. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കേരള കൊടുക്കുന്നു. കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് പുതിയ എപ്പിക് നമ്പർ. ഒന്നുകിൽ നിങ്ങളുടെ കൈവശം ഒരു ഫോം തിരിച്ച് തന്നിട്ടുണ്ടല്ലോ BLO, അതിൽ മുകളിൽ ഉള്ള എപ്പിക് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാർഡ് എടുത്ത് വെച്ച് അതിലെ പുതിയ എപ്പിക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ സെർച്ച് എന്ന് കൊടുക്കുക. സെർച്ച് എന്ന് കൊടുത്താൽ നമ്മുടെ ആ ഒരു എപ്പിക് നമ്പറിലുള്ള ഡീറ്റെയിൽസൊക്കെ ഇലക്ട്രസ് നെയിം, എപ്പിക് നമ്പർ, സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ ആൻഡ് നെയിം, ACPC നെയിം, സ്റ്റേറ്റ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽസ് മൊത്തം വരും. നിങ്ങളുടെ ബൂത്ത് നമ്പറും എല്ലാം അവിടെ വരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആരാണ് BLO അവരുടെ വിവരങ്ങളും നിങ്ങൾക്കിവിടെ വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോം ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കും. എൻ്റെത് ഇപ്പോൾ അപ്ലോഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫോം അപ്ലോഡഡ് ആണെങ്കിൽ അപ്ലോഡഡ് എന്ന് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ നമുക്കിത് ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഇത് പോകും. അങ്ങനെയാണെങ്കിൽ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. voters.ec.in അടിച്ചു കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ക്യാപ്ച അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. റിക്വസ്റ്റ് OTP കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ലോഗിൻ ചെയ്തവരും ലോഗിൻ ചെയ്യാത്തവരും ചെയ്യേണ്ടത്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ച ആ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.